സ്വാഗതം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഞാനിപ്പോൾ നിൽക്കുന്നത് കുരിയോട് കുന്നുംപുറത്താണ്. ഇവിടെ ടീം 5 ഫിംഗേഴ്സിന്റെ ബാനറിൽ ഈ നാടിന്റെ പ്രിയപ്പെട്ട കലാകാരൻ, എഴുത്തുകാരൻ അനസ് കടന്നൂർ രചനയും സംവിധാനവും ചെയ്ത ഖനനം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനുള്ളിൽ ബഹുമാന്യനായ കുരിയോട് വാർഡ് മെമ്പർ ടി എസ് സുനിൽ നിർവഹിക്കും. അതിനു മുമ്പായി നമുക്ക് അനസിനോട് തന്നെ ഇതേക്കുറിച്ച് ഒന്ന് ചോദിച്ചറിയാം. നമസ്കാരം. ഇന്ന് നമ്മുടെ ടീം 5 ഫിംഗേഴ്സിൻ്റെ ബാനറിൽ ഞാൻ രചനയും സംവിധാനം നിർവഹിച്ച ഖനനം എന്ന ഷോർട്ട് ഫിലിമിൻ്റെ വീഡിയോ പ്രദർശനവും അതുപോലെ തന്നെ നമ്മുടെ കുരിയോട് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ വിജയിച്ച നമ്മുടെ കുരിയോട്ടുള്ള മഹേഷ് ബോറ മോന് ഒരു ആദരവ് നൽകുകയാണ് ടീം 5 ഫിംഗേഴ്സിൻ്റെ. ഉടൻ തന്നെ ഉദ്ഘാടനം നടക്കും. നമ്മുടെ കുരിയോട് വാർഡ് മെമ്പർ സുനിൽകുമാർ എന്നാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണ ഉണ്ടാവണം. നാളെ ഇത് യൂട്യൂബ് ചാനൽ റിലീസ് ചെയ്യും. ഇന്ന് അതിൻ്റെ വീഡിയോ പ്രശ്നമാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ അതിൽ അഭിനയിച്ച ചടങ്ങിൻ്റെ കലാകാരന്മാരുടെ കൂടെ നിൽക്കുന്നത് വിജയൻ എൻ്റെ വാക്ക് സംസാരിക്കും. നമസ്കാരം. നമസ്കാരം. ഈ ഖനനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ശ്രീ വിജയൻ പിള്ളയ്ക്ക് എന്താണ് പറയാനുള്ളത്? പ്രധാനപ്പെട്ട പല ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ ചെറിയ റോളിൽ അഭിനയിക്കുന്നുണ്ട്. എനിക്കിതിൽ പറയാനുള്ളത് സമകാലീന പ്രസക്തിയുള്ളൊരു വിഷയമാണ്. ഇതെല്ലാവരും കാണുക. നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന കോറി മാഫിയക്കെതിരെ വിരൽ ചൂണ്ടുകയും അതായത് കൈക്കൂലിക്കാരായ രാഷ്ട്രീയക്കാർക്കെതിരെയും വിരൽ ചൂണ്ടുന്ന ഒരു പ്രമേയമാണ് ഇതിനകത്ത് അവതരിപ്പിച്ചേക്കുന്നത്. വെറും ചെറിയ ഒരു സമയത്തിനുള്ളിൽ തീരുമെങ്കിലും അതെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഈ ഖനനം ഇവിടെ റിലീസ് ചെയ്യുന്നതോടൊപ്പം സോഫ്റ്റ് ബേസ് ബോൾ ഇന്ത്യൻ ടീമിൽ മത്സരിക്കാൻ അവസരം കിട്ടുകയും വിജയിക്കുകയും ചെയ്ത കാളിദാസിനെ നിങ്ങൾ ആദരിക്കുന്നുണ്ടല്ലോ, അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാളിദാസൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാടിന്റെ ഒരു അഭിമാനമായ ഒരു കുട്ടിയാണ്. നമ്മുടെ ഈ സാക്ഷി തന്നെ നമ്മൾ പുള്ളിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ ഒരു ഇതുണ്ടായിട്ടുണ്ട്. നമ്മുടെ സാക്ഷിയിലൂടെ നമ്മൾ ഒരുപാട് ആൾക്കാർ കണ്ട ഒരു കുട്ടിയാണ്. അപ്പം അദ്ദേഹത്തെ നമ്മൾ ഈ ചെറിയ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ ആദരിക്കുന്നു. വലിയ ആദരങ്ങൾ അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. എന്നാൽ പോലും നമ്മൾ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് ചെറുതായി ഒരു ആദരം നൽകുന്നു. ഖനനത്തിൽ മറ്റൊരു വേഷം ചെയ്ത ഒരു ആർട്ടിസ്റ്റ് കൂടി നമ്മളോടൊപ്പം ചെയ്യുകയാണ്. താങ്കൾക്ക് എന്താണ് ഇത് ഖനനത്തെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ നാട്ടിലെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കഥയാണത്. ഈ പാറക്കോറിയും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. നല്ലൊരു ജനങ്ങൾക്ക് കാണുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സമൂഹത്തിലിങ്ങനെ ഈ പാറക്കോറി മാഫിയക്കുള്ള ഒരു ശല്യം കൊണ്ട് ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് നമ്മളത് നമ്മളെ സംവിധായകൻ അനസ് കടന്നൂർ കഥ എഴുതി നമ്മളത് ഇതിനകത്തൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. നല്ല വിജയം കണ്ടിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനകത്ത് പഞ്ചായത്ത് മെമ്പറിന്റെ റോൾ അഭിനയിച്ച ഒരാളാണ് ചടയമംഗലത്തിന്റെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ ശശികരൻ. അണ്ണൻ എന്താണ് പറയാനുള്ളത്? പറഞ്ഞു. നമസ്കാരം. നമുക്ക് പറയാനുള്ളത് ഈ ഖനനം എന്ന ഷോർട്ട് ഫിലിം എല്ലാവരും കാണും. പ്രകൃതി ചൂഷണം ഒരു നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ തകിടം മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു പ്രമേയമാണ് ഈ ഖനനത്തിലൂടെ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇതിനകത്ത് എല്ലാവരും പുതിയ കഥാപാത്രങ്ങളാണ്. ചിലപ്പോൾ തെറ്റുകളും കുറ്റങ്ങളും കാണും. പിന്നെ അതുപോലെ തന്നെ മൊബൈലിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം ഇതിനകത്തുണ്ടാവും. അപ്പോൾ പ്രേക്ഷകർ നിങ്ങൾ ഓരോരുത്തരും അത് വരെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യണം എന്നാണ്. പിന്നെ ഈ ആവാസ വ്യവസ്ഥയെ പറ്റിയൊക്കെ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഈ ഒരു ചെറിയ കഥയിലൂടെ പ്രേക്ഷകരിലെത്തിക്കുന്നത്. അതുപോലെ ഇതിനകത്തൊരു ചെറിയ വേഷം ചെയ്യാനുള്ളൊരു ചെറിയ അവസരം എനിക്കും കിട്ടി. കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഖനനത്തിൽ മറ്റൊരു വേഷം പകർച്ച നൽകിയ ഒരു പ്രിയപ്പെട്ട കലാകാരൻ കൂടി ഈ അവസരത്തിൽ നമ്മൾ ഉയരുന്നു. ഒരു രതീഷിന് എന്താണ് നിങ്ങളുടെ ഈ ടെലിഫിലിമിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയാനുള്ളത്?
ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം ഒരു മിനി സ്ക്രീൻ രംഗത്തേക്ക് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില നമ്മുടേതായിട്ടുള്ള ചില പോരായ്മകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതെല്ലാം കണ്ട് ക്ഷമിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം. അനസിൻ്റെ മികച്ച രചനയും അതിനനുസരിച്ചുള്ള സംവിധാനത്തിലുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നന്ദി, വിജയാശംസകൾ. നിങ്ങളുടെ ഖനനം നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് സാക്ഷി TV ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനം. നസീർ എന്നാണ് പറയാനുള്ളത്. നസീർ ഇതിനകത്ത് വലിയ റോളൊക്കെ അഭിനയിച്ച ഒരാളല്ലേ, ഒന്ന് പറഞ്ഞു. നമ്മുടെ യുവ സംവിധായകൻ അനസാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്ന ഖനനം. എല്ലാവരും ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നല്ലൊരു ഈ ഖനനത്തിന്റെ ഷൂട്ടിംഗ് സമയത്തുള്ള അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാവോ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? നമ്മളേതാണ്ട് ഇതൊരു 2 മാസം കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചത്. എല്ലാ ശനിയും ഞായറും രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അനസിനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കും. അതിനൊക്കെ തിരിച്ച് നമ്മൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കേൾക്കും. അങ്ങനെയുള്ള രീതിയാണ്. നന്ദി. ഖനനം നല്ലൊരു വിജയമാകട്ടെ. ഈ ചെറിയ ഒരു ഷോർട്ട് ഫിലിം കണ്ട് നസീറിനെ പോലുള്ള കലാകാരന്മാരെ കലാലോകം സ്നേഹിക്കട്ടെ, വിശ്വസിക്കട്ടെ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ടെ എന്നൊക്കെ ഞങ്ങൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതിനകത്തെ അല്പസമയത്തിനുള്ളിൽ തന്നെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പറും കുരിയോടിൻ്റെ ജനനായകനുമായ ശ്രീ സുനിൽ PS ഈ ഖനനം ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യും. അതോടൊപ്പം തന്നെ ഖനനത്തിൻ്റെ സ്വിച്ച് ഓണിൻ്റെ ഭാഗമായിട്ട് അവർ സോഫ്റ്റ് ബേസ്ബോളിൽ ദേശീയ തലത്തിൽ പങ്കെടുത്ത കാളിദാസിനെ അനുമോദിക്കും. ഇപ്പോൾ നമ്മളോടൊപ്പം ഇത് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ എത്തിക്കുന്ന ഇവിടുത്തെ വാർഡ് മെമ്പർ PS സുനിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സുനിലിനോട് നമുക്ക് എന്താണ് കാര്യങ്ങൾ എന്ന് ചോദിക്കാം. നമസ്കാരം. എങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഖനനത്തിന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ പോകുകയാണല്ലോ, അപ്പോൾ അതേക്കുറിച്ച് എന്താണ് അഭിപ്രായം? നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ കൂട്ടായ്മ കലാകാരന്മാർ ഒത്തുചേർന്നുകൊണ്ട് 5 ഫിംഗേഴ്സിൻ്റെ ബാനറിൽ രചനയും സംവിധാനവും കടന്നൂർ അനസ് ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ഖനനം. നമ്മുടെ ഒട്ടേറെ സാമൂഹ്യ പ്രശ്നങ്ങളെ എടുത്ത് കാണിച്ചുകൊണ്ട് അവരെല്ലാം കൂടെ കൂടി ഖനനം എന്ന് പേരിട്ടുകൊണ്ട് നല്ലൊരു ഷോർട്ട് ഫിലിമാണ് പുറത്തിറക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രദർശനം ഉദ്ഘാടനം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതിൻ്റെ കലാകാരന്മാർക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുന്നത് മെമ്പറല്ലേ? അതെ, ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവിധ ആശംസകളും. ഓക്കെ, നന്ദി, നമസ്കാരം. നമുക്ക് വീണ്ടും കാണാം. അല്പസമയത്തിനുള്ളിൽ തന്നെ അനസ് കടന്നൂർ രചനയും സംവിധാനവും ചെയ്ത ഖനനം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം കുരിയോടിൻ്റെ പ്രിയങ്കരനായ വാർഡ് മെമ്പർ ശ്രീ PS സുനിൽ സ്വിച്ച് ഓൺ ചെയ്യും. അതോടൊപ്പം തന്നെ അവരുടെ 5 ഫിംഗേഴ്സ് ടീം ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ആവുകയും മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത സോഫ്റ്റ് ബേസ് ബാൾ താരമായ കാളിദാസിനെ അനുമോദിക്കുന്നുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷി TVയുടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ കുരിയോടിൻ്റെ ഒരു ജനനായകൻ അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് കുരിയോട് സതീശനോട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം. എന്താണ് അഭിപ്രായങ്ങൾ? ഞാനിപ്പോൾ ഇത് കണ്ടില്ല, പിന്നെ എന്തായാലും നല്ലൊരു കലാസൃഷ്ടിയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും കാണാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങളുടെ ഈ പ്രദേശത്താണല്ലോ ഇതിൻ്റെ കൂടുതൽ ചിത്രീകരണം നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുരിയോട് എന്ന് പറയുന്ന ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം
വലിയ പ്രാധാന്യമുള്ളൊരു ഒരു മൂവിയാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സതീശന് പറയാനുള്ളത്? നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനെതിരെ ശക്തമായി ഉള്ള കലാസൃഷ്ടികളാണ് ഏത് അനീതിക്കെതിരെയും പ്രതികരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതും പ്രകൃതി ചൂഷണത്തിനെതിരെ കുറേ ചെറുപ്പക്കാർ ചേർന്ന് സംഘടിപ്പിച്ച, പ്രത്യേകിച്ചും അനസ് എന്ന ഒരു കലാകാരൻ മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന ഈ പദ്ധതിക്ക്, ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഈ നമ്മുടെ നാടിലെ ചടയമംഗലത്തിൻ്റെ ഒരു കൊച്ചു ഗ്രാമമാണ് കടന്നൂര്. ആ കടന്നൂരിൽ നിന്ന് വന്ന ഒരു സംവിധായകൻ, എഴുത്തുകാരൻ എന്ന നിലയിൽ അനസിനെ കുറിച്ച് എന്താണ് സതീഷിൻ്റെ അഭിപ്രായം? ഈ പ്രായത്തിൽ, വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം ഒരു കലാരംഗത്തേക്ക് കടന്നു വന്നു പേരും പ്രശസ്തിയും നേടിയ ഒരു കലാകാരൻ എന്ന നിലയിൽ ഇനിയും ഉയരങ്ങൾ ഒരുപാട് കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഒരു രാജീവ് അഞ്ചലിനെ പോലെയും ഒരു റസൂൽ പൂക്കുട്ടിയെ പോലെയും ഒക്കെ എടുത്തു പറയത്തക്ക ഒരു കലാകാരനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രദർശനത്തിനും ഒപ്പം കൂടെ ഉണ്ടാകണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അറിയിച്ചുകൊണ്ട് സതീശന് എല്ലാവിധ ആശംസകളും സാക്ഷി ടിയുടെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നു. നന്ദി പ്രതികരിച്ചതിൽ. നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഖനനം കാണാനുള്ളൊരു തയ്യാറെടുപ്പിലാണോ? അനസിനെ അറിയാവോ? കാളിദാസിനെ അറിയാവോ? അനസിനെ അറിയാവോ? അറിയാം. കണ്ടിട്ടുണ്ടോ? പറ, കാര്യങ്ങൾ പറ. എല്ലാവരും ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞിരിക്കാനല്ലേ? കാളിദാസിന്റെ അനിയനാണല്ലേ? അപ്പോൾ 5 ഫിംഗേഴ്സ് ഇപ്പോൾ കാളിദാസിന് ആദരവ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അനിയൻ എന്താ പറയാനുള്ളത് കാളിദാസിനെ കുറിച്ച്? നല്ല ഏട്ടനാണോ? പറഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ കാണുന്നത് സോഫ്റ്റ് ബേസ്ബോളിൽ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയിലെ ടീമിന് വേണ്ടി കളിക്കാൻ പോയ നമ്മുടെ പ്രിയങ്കരനായ കാളിദാസിന്റെ അനിയനാണ്. മോന്റെ പേരെന്താണ്? മാധവ്. അപ്പൊ മാധവിന് ചേട്ടനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചേട്ടൻ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാക്കുമോ? വഴക്കളിയാണോ? അല്ല, സൈലന്റ് ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഖനനവും ആദരവും കണ്ട് തിരിച്ചു വരാം. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഖനനത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കാൻ പോവുകയാണ്. ആ പരിപാടിയിലേക്ക് എവരെയും ഒരിക്കൽ കൂടി ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അനസ് കടന്നൂർ കഥയും സംവിധാനവും ചെയ്ത ഖനനത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം അല്പസമയത്തിനുള്ളിൽ കുരിയോടിൻ്റെ പ്രിയങ്കരനായ വാർഡ് മെമ്പർ PS സുനിൽ നിർവഹിക്കും. അതോടൊപ്പം തന്നെ കാളിദാസിന്, അതായത് ഈ 5 ഫിംഗേഴ്സിൻ്റെ ടീം കൊടുക്കുന്ന ഒരു ആദരവുണ്ട്. അതും തത്സമയം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമുക്ക് ഈ സ്വിച്ച് ഓൺ കർമ്മത്തിലെ പരിപാടിയിലേക്ക് അല്പസമയം പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചടയമംഗലത്തിന്റെ യുവ സംവിധായകനായ അനസ് കടന്നൂർ രചനയും സംവിധാനവും നിർവഹിച്ച ഖനനം എന്ന ഷോർട്ട് ഫിലിമിന്റെ റിലീസിംഗ് ചടങ്ങും അതോടൊപ്പം നമ്മുടെ നാടിന്റെ അഭിമാനമായി തെലങ്കാനയിൽ വെച്ച് നടന്ന സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വിജയം നേടിയ കാളിദാസന് ആദരവും നൽകുകയാണ്. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത്
10ാം വാർഡ് മെമ്പർ ശ്രീ PS സുനിൽകുമാറാണ്. ഇതിനായി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട വാർഡ് മെമ്പറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്വിച്ച് ഓൺ ചെയ്തിട്ട് പോരെ. ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പൊതുപ്രവർത്തകർ, അതുപോലെ തന്നെ ടീം 5 ഫിംഗേഴ്സിന്റെ കലാകാരന്മാർ, കൂടാതെ ഈ ഷോർട്ട് ഫിലിം ആസ്വദിക്കാൻ എത്തിയിട്ടുള്ള പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ പ്രദേശത്തെ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് 5 ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കടന്നൂർ അനസ് രചനയും സംവിധാനവും നിർവഹിച്ച ഖനനം എന്ന ഷോർട്ട് ഫിലിം കുറച്ചു സമയം കൂടി കഴിയുമ്പോൾ ഇവിടെ പ്രദർശനം നടത്തുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു കലാകാരന്മാർ ഏറ്റെടുത്തിട്ടുള്ള 5 ഫിംഗേഴ്സിന്റെ ബാനറിൽ ഖനനം എന്ന ഷോർട്ട് ഫിലിം എടുത്തിട്ടുള്ളത്. ഈ പ്രദേശത്തെ കലാകാരന്മാർക്ക് വളർന്നു വരുന്നതിനുള്ള ഒരവസരമാണ് ഇവിടെ ഈ 5 ഫിംഗേഴ്സിലെ കലാകാരന്മാർ എടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ഒരുപാട് കലാകാരന്മാർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ശശി അണ്ണനൊക്കെ ഞാൻ വിചാരിച്ചു ഒരിക്കലും ഇതുപോലൊരു കലാഹൃദയം ഉള്ള ആളായിരിക്കില്ലെന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ അണ്ണനൊക്കെ ഇതിനകത്ത് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെയുള്ള കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ, കലാകാരന്മാരുടെ കൂട്ടായ്മകളെ വളർത്തിയെടുക്കുന്നത് ഈ നാടിന്റെ ഒരു അഭിമാനമാണ്. അതുപോലെ തന്നെ ഈ ഖനനം എന്ന ഷോർട്ട് ഫിലിമിൽ നല്ലൊരു മെസ്സേജാണ് ഈ സമൂഹത്തിന് നൽകുന്നതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ആ മെസ്സേജ് ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും നല്ല നല്ല ഷോർട്ട് ഫിലിമുകൾ 5 ഫിംഗേഴ്സിന്റെ ബാനറിൽ ഈ നാടിനെ സമർപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ 5 ഫിംഗേഴ്സിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാടിന്റെ ഈ കൊച്ചു ഗ്രാമത്തിന്റെ അഭിമാനമായ കാളിദാസ് MS സോഫ്റ്റ് ബേസ്ബോൾ ടൂർണമെന്റിൽ ദേശീയ തലത്തിൽ തന്നെ എത്തി അവിടെ വിജയിച്ച് 1ാം സമ്മാനം നേടി കാളിദാസിന്റെ ടീമും തിരിച്ച് നമ്മുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കലാകാരന്മാർ ഒരുപാട് ഉള്ള ഒരു സ്ഥലമാണ് കുരിയോട് കുന്നുംപുറം, ഈ കുരിയോട് പ്രദേശം എന്നുള്ളത്. പക്ഷെ കായികമായി വളരെയേറെ ഇതുപോലെ ദേശീയ ടീമിലൊക്കെ കളിച്ച് സമ്മാനമായി വരുന്നത് ആദ്യമായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് കാളിദാസിനും ഗ്രാമപഞ്ചായത്തിന്റെ പേരുള്ള 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലെ കൊച്ചു കൊച്ചു കായിക പ്രേമികളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും 10-25 വർഷക്കാലമായി ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. അതുപോലെ തന്നെ നമ്മളെ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കായിക പ്രേമികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിന്റെ സ്റ്റേഡിയം കുറച്ചു നാൾ കൂടി കഴിയുമ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ കരാർ എടുത്തിട്ടുള്ള ആളിന്റെ ചെറിയ ഒരു പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ നീണ്ടുപോകുന്നത്. ഏതാനും ദിവസങ്ങളോട് കഴിയുമ്പോൾ മിക്കവാറും ആ സ്റ്റേഡിയം കൂടി നമുക്ക് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ കായിക പ്രേമികളുടെ പരിശീലനത്തിനും അതുപോലെ തന്നെ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിനും നമുക്ക് സാധിക്കും എന്നറിയുകയാണ്. കാളിദാസിനും 1000 അഭിനന്ദനങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ഈ ഷോർട്ട് ഫിലിമിന്റെ ഔപചാരികമായ പ്രദർശന ഉദ്ഘാടനം നിർവഹിക്കുന്ന അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.
സിറ്റോൺ കൊടുക്കും. ഖനനം എന്ന ഷോർട്ട് ഫിലിമിൻ്റെ അനസ് കണ്ണൂർ രചനയും സംവിധാനവും നിർവഹിച്ച ഖനനം എന്ന മൂവിയുടെ ഷോർട്ട് മൂവിയുടെ സിറ്റോൺ കർമ്മത്തിൻ്റെ പ്രാരംഭ നടപടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ട് അടുത്ത സമയം തന്നെ അത് പ്രദർശനം തുടരും. ഒപ്പം നമ്മുടെ കാളിദാസിനെ കൂടി 5 ഫിംഗേഴ്സ് ആദരിക്കുന്ന ഒരു ചടങ്ങ് ഇന്ന് കുരിയോട് കുന്നുംപുറത്ത് നടക്കുന്നുണ്ട്. തീർച്ചയായും എല്ലാ പ്രേക്ഷകരും കാളിദാസിനും അതോടൊപ്പം അനസിനും ടീമിനും ഒക്കുന്ന പ്രോത്സാഹനം നൽകണമെന്ന് ശശി TV-യുടെ ഭാഗത്തു നിന്നും നിങ്ങൾ അറിയിക്കുകയാണ്. ഇതിൻ്റെ സിറ്റോൺ കർമ്മം തൊട്ടടുത്ത സമയം തുച്ഛമായ സമയങ്ങൾക്കുള്ളിൽ നടക്കും എന്നുള്ളതാണ് അറിയിക്കുന്നത്. പെണ്ണുങ്ങളെ വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലയിടിച്ച് നിലത്ത് വീഴ്ത്തലല്ല, എങ്ങനെ വീഴ്ത്തണമെന്ന് ഏട്ടൻ കാണിച്ചു അറിയുന്നൊരു മെഹബൂബാണ്. ശരി. താഴേക്ക് വാ. ചടയമംഗലത്തിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ അനസ് കണ്ണൂർ രചനയും സംവിധാനവും ചെയ്ത ഖനനം എന്ന് പറയുന്ന ഷോർട്ട് മൂവിയുടെ സിറ്റോൺ കർമ്മമാണ്. ആ സിറ്റോൺ കർമ്മത്തിന് വേണ്ടിയിട്ട് ബഹുമാനീയനായ കുരിയോടിൻ്റെ വാർഡ് മെമ്പർ PS സുനിൽകുമാർ ഇപ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്യുന്ന വേളയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാണുന്നില്ല, ഓണാക്കട്ടെ. ശരി, എല്ലാവർക്കും അനുവാദത്തോടു കൂടി കൈയടിക്കാൻ പറ, കൈയടിക്കാൻ പറ. ശ്രീ PS സുനിൽ സ്വിച്ച് ഓൺ ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഖനനത്തിൻ്റെ ഒരു പ്രൊമോ മാത്രമാണ്. തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ ഇത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. കണ്ട് അനസിനെയും അതിൻ്റെയോടൊപ്പം തന്നെ ഇതിനകത്ത് പങ്കെടുത്ത കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ രാവിലെ ഈ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്, ഒന്ന് നോക്കി.
ഇനി അതിന്റെ പറയുകയാണ് ഞാൻ കുറച്ച് ദിവസമായി കളക്ടർ ഓഫീസും മറ്റും അത്ര പെട്ടെന്ന് ഒരുകൊണ്ട് കാണുന്നില്ല കൊണ്ട് പോകില്ല. നമ്മളെല്ലാം കൂടെ ജീവിക്കണ്ടേ? ഞങ്ങൾ മെമ്പറൊന്ന് കാണാൻ ഇറങ്ങിയതാ, വീട്ടിൽ പോയിരുന്നു. നിങ്ങളെക്കുള്ള വലിയ പോരാളിമാർ ഈ നാടിനെ നശിപ്പിക്കാൻ നോക്കുമ്പോ ഇത്ര വീട്ടിലേക്കാൻ പറ്റുമല്ലോ. നമുക്ക് മെമ്പർ കുറച്ച് നാട്ടുകാർ മാത്രമാണ് നമ്മൾ പറ്റുള്ളൂ. നമ്മൾ കമ്പനി ഇവിടെ തുടങ്ങിയാൽ ഇവിടുത്തെ നാട്ടുകാർക്ക് ദിവസവും ജോലിയും നല്ല ശമ്പളവും കൂടാതെ മെമ്പർ ചോദിക്കുന്നത് ഞങ്ങൾ ഇത്രയും പേരുടെ വീടും വെച്ചോ ലക്ഷങ്ങൾ കൊണ്ട് വാങ്ങിയിട്ടില്ല. കോടികളെ ചോദിക്കാനുള്ളതാണ്. അതിലൊത്തിരിയാണ് മെമ്പർ ഞങ്ങളോടൊപ്പം മെമ്പർക്ക് ഉപയോഗം ഞങ്ങൾക്ക് ഉപയോഗം. ഒരിക്കലും നിങ്ങളുടെ കോടിയുടെ തുടങ്ങാൻ കഴിഞ്ഞാൽ ഈ നാട് തന്നെ ഇല്ലാതാണ്. പിന്നെ നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി എന്ന് പറയുന്നു, ആളുകളെ പറ്റിക്കാം. പക്ഷെ ഒരു ദിവസം എത്ര ലക്ഷം നാളെയാണ് ഇവിടുന്ന് പോകാൻ പോകുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. എനിക്കറിയാം. കുറച്ചു പേർക്ക് പണവും മദ്യവും കൊടുത്ത് വീടും കൊടുത്ത് അവരെ നിങ്ങളെ കൈകളാക്കി നിങ്ങൾ പറയുന്നത് അവരെ കൊണ്ട് അനുസരിപ്പിക്കുക. അതല്ലേ നിങ്ങൾക്ക് ചെയ്യുന്നത്? ആ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ എന്നെടുത്ത് വരുന്നു. ദൈവസഹായത്ത് എനിക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗം ഇത്തരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കത് മതി. 16 രൂപ ഈ സ്ഥലം ഞങ്ങൾ ലക്ഷങ്ങൾ മുടക്കി വസ്തുവെല്ലാം വാങ്ങിയിരിക്കുന്നത് ഈ നാട് നന്നാവണം, ഞങ്ങൾ നന്നാവണം, നിങ്ങളും നന്നാവണം. ഇത് നമ്മുടെ കമ്പനിക്ക് വേണ്ട പ്രഖ്യാപനം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. കാരണം മെമ്പർ തരികയല്ലോ. ഞങ്ങളുടെ കമ്പനി തുടങ്ങാൻ പോകുന്നത് നമ്പർ വരലാണല്ലോ. അതുകൊണ്ട് മെമ്പർ ഞങ്ങളോട് സഹകരിക്കണം. നിങ്ങളുടെ പൈസയും വാങ്ങി നിങ്ങളുടെ കൂടെ കൂടുതൽ കാണും. പക്ഷെ ആ കൂട്ടത്തിൽ ഞാൻ കാണില്ല. കാരണം വരും തലമുറയ്ക്ക് ഇവിടെ സുരക്ഷിതമായി ജീവിക്കണം. നാളെ ശുദ്ധജലം ഇവിടെ ഉണ്ടാവണം. ക്യാൻസർ പോലുള്ള മാറാരോഗങ്ങൾ ഉണ്ടാകരുത്. മുറിവ് പെട്ടുന്ന ഭയമില്ലാതെ കിടന്നുറങ്ങാൻ അവർക്ക് കഴിയണം. പാലയാകുമ്പോൾ എത്തിക്കുമ്പോൾ ശബ്ദം കൂടിയപ്പോഴാണ് ഇതിന്റെ പഞ്ഞുന്നത് മെമ്പർ എന്തായാലും കമ്പനി ഞങ്ങളുള്ളത്. അപ്പോൾ മെമ്പർ മാത്രം കണ്ടാത്തുള്ളതല്ലോ നമ്മൾ ആലോചിച്ച് നോക്കുന്നത്. ജീവനി പൊല്യൂഷൻ പഞ്ചായത്ത് റവന്യൂ നിങ്ങൾ എവിടെയെല്ലാം ഇതിനു വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ പ്രതിമാസ വരുമാനമടക്കം സർവ്വ രേഖകളും അതുകൊണ്ട് ഇത്ര പെട്ടെന്നൊന്നും ഇതിന്റെ അടിസ്ഥാന നിങ്ങൾ തോന്നില്ല സാർ. ശരി, ഞങ്ങൾക്ക് ഇതേ സമയമുണ്ട്, നമുക്ക് കാണാം. ഇതല്ലേ
അസമരസിക്കാറ്. എല്ലാ കാര്യം നമ്മുടെ കാര്യങ്ങൾ തുടങ്ങുകയെന്ന് പറയാം. നമ്മുടെ പഞ്ചായത്തിൽ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന പരിപാടിയെ കുറിച്ചാണ്. അതായത് ബന്ധങ്ങളാണ്. നമുക്ക് ഒരുമിച്ചുള്ളവരുടെ കൂടെ സഹകരിച്ചിട്ടും കൂടി നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്കും നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ താഴത്തെ അങ്ങോട്ട് പോകുന്നത് നിങ്ങൾ പറയുന്ന വികസനവും ജനങ്ങളുടെ നേരവും നിങ്ങളുടെ നേരവും ഒക്കെ ശരിയാണ്. പക്ഷെ കൂടെ തുടങ്ങുന്നതിന് വേണ്ടി നിങ്ങളും നിങ്ങളുടെ മലയാളി പണം നിർവഹിച്ചുകൊണ്ട് എല്ലാ സംവിധാനങ്ങളെയും നിങ്ങൾക്ക് സ്വാധീനിക്കാം. പക്ഷേ അതിനൊന്നും ഞാനൊരുവല്ല. പക്ഷേ ഞാനൊരു വാർത്താമെന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് നൂറുകണക്കിന് ജനങ്ങൾ വസിക്കുന്ന നമ്മുടെ ഈ വാർഡിൽ ഫോണുകളുടെ പ്രവർത്തനം തുടങ്ങിയ നാളുകളിൽ അവർക്കുണ്ടാകുന്ന രോഗദുരിതങ്ങൾ, മാറാവ്യാധികൾ, കുടിവെള്ള പ്രശ്നം, കുടിവെള്ള മലിനീകരണം, മണ്ണിടിച്ചിൽ തുടങ്ങിയവ നമ്മുടെ ഈ ഗ്രാമത്തെ തന്നെ ഇല്ലാതാകും. കൊച്ചുകുട്ടികൾക്ക് ശ്വാസകോശങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളും നേരിടുന്ന ഭാഗമായ സ്ഥിതിയിലേക്ക് നമ്മുടെ വാർഡ് മാറും. ഇതെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് ഈ രീതിയിലുള്ള നേതാക്കന്മാർ ഉൾപ്പെടെ നാളെ നിങ്ങൾ സമാധാനം പറയേണ്ടത് പറയുന്നതൊക്കെ ശരിയാണ്. ഇത്രയും കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ തട്ടിക്കളയണം എന്നെ അറിയിക്കും. ഇപ്പോൾ പറയുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. മറ്റു നമ്മുടെ പഞ്ചായത്തിൽ മുടങ്ങി കിടക്കുന്ന പല പ്രോജക്റ്റുകൾക്കും അത് പറയണം. നമ്മൾ കൊണ്ടുവരുത്താവുന്ന ഒരു വാർഡ് ആ വാർഡിന് വേണ്ടിയിട്ടാണ് പ്രസിഡന്റ് പറയുന്നത് ശരിയാണ്. സാമ്പത്തികവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഈ പറയുന്ന തോട്ടത്തെ സൈഡുകൾക്കും റോഡിന് സൈഡുകൾക്കും അത് പോയിട്ടാൽ പോയി സാമ്പത്തികമാണെന്ന് പ്രസിഡന്റ് ഇതുപോലുള്ള മാഫിയയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി നമ്മൾ ഇത്തരം കാര്യം ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നുള്ള ദോഷവശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അത് മാത്രമേ എനിക്ക് പഞ്ചായത്തും പറഞ്ഞ ഇപ്പോൾ നിങ്ങളോട് പറയാം. കാരണം എങ്ങനെ ഓർത്ത് ലോകത്തെ ബുദ്ധിക്കാൻ മനസ്സിലാക്കിയിട്ട് ഈ മെമ്പർസ്ഥാനം കുറെ ആളുകൾ ഇനി 2 വർഷം കൂടെ കാണും. അതുവരെ മെമ്പർ പദവി അന്നും ഇതിനെ പ്രതികരിക്കണം. ഒന്നവിടെ നിന്നേ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേക്ക് മലയാളിയില്ലേ അയാളോടൊന്ന് പറയണം. ഇതുപോലെ ഒന്ന് പ്രതികരിക്കാമെന്ന് എനിക്കറിയാം. വേണ്ടി വന്നാൽ ഇതുപോലെ ഒന്ന് പ്രതികരിക്കാമെന്ന് എനിക്കറിയാം. ആ കിട്ടോ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു നോക്കിയാൽ അടുപ്പിക്കാൻ ഒരു തരത്തിലും അടുപ്പില്ല. ഇത് എല്ലാ വഴിയും സാധനങ്ങളാണ്. എന്തായാലും ക്ഷേമമില്ല, പെട്ടെന്ന് ക്ഷേമം നാട്ടുകാരാണ് കഷ്ട. അവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പിന്നെ നമുക്കും ആദ്യം സ്നേഹത്തിലൊന്ന് തലവും പിന്നെ കൂടെ ചേർത്ത് നിർത്താൻ നോക്കും. എന്നിട്ടും തടസ്സമാണെങ്കിൽ തറയിൽ വിജയിച്ചു കിടക്കും. അവൻ അറിയില്ല ഇത് ഖനനമാണ്, പൊന്നിന്റെ ഖനനം. സാറേ
സാറിന് മെമ്പർക്ക് പയ്യെ മനസ്സിലാവും. ഇവർ സർക്കാർ വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കും. ആരാണ് ചെയ്തതെന്നുള്ള അത് വേണ്ടല്ലോ. എന്നാലും എന്റെ മുമ്പ് താങ്കളോട് ഇത്ര ശത്രുത പറഞ്ഞാണ് എന്തോ താങ്കളോട് പറയാനുണ്ട്. എനിക്ക് നടക്കാനോ പറ്റില്ലേ? പിന്നെ ഞാൻ വന്നത് സാറിനെ ഒന്ന് കാണാനും നമ്മുടെ പരാതി പറയാൻ സാറിന് വരാൻ പറ്റില്ലല്ലോ എന്ന ഒറ്റ നിമിഷം മാത്രമേ എനിക്കുള്ളൂ. സാറിന്റെ ആരോഗ്യം കിടക്കുന്നതുകൊണ്ട് സാറിന്റെ കൂടെ നടന്നിട്ടില്ല. അവരെ പേടി മാറ്റാൻ പ്രസിഡന്റ് തന്നെ കാണാൻ കൂടി കണ്ടപ്പോൾ അവരും കാട്ടി. ഞാൻ അന്നേ മെമ്പറോട് പറഞ്ഞതാ, ഇത് കോടികളുടെ കച്ചവടമാണ്, തടസ്സം നിൽക്കുന്നത്. ഇത് മെമ്പർക്ക് വരുമെന്ന് പൊന്നിൻ കഷങ്ങൾ കൊണ്ട് തന്നെ സ്വന്തം കിടന്നതാണ്. ഇതിനെ കണ്ടേ അച്ഛൻ കുരിയോട്ടുണ്ട്. ഇപ്പോൾ വരാം. അച്ഛൻ നേരെ അച്ഛൻ പുറത്ത് വരാം. ഒരു ലൈവ് ചെയ്യുന്നു വരാം അച്ഛൻ. ഞാൻ വീടിൻ്റെ അടുത്ത് ഇല്ല. നാളെ വിളിക്ക് ഞാൻ എന്റെ 30 വർഷത്തെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് ഞാൻ ഇറങ്ങുകയാണ്. ഞാൻ എന്റെ മെമ്പർസ്ഥാനം രാജിവെച്ചു. ഞാൻ എന്റെ നാട്ടിനെയും നാട്ടുകാരെയും ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ അവരെന്നെ ചതിച്ചതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഈ നാടിനെ നശിപ്പിക്കാൻ വരുന്നവരോടൊപ്പം അവരും കൂടി. അതുകൊണ്ട് അവർ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയായി ഇരിക്കാൻ ഞാൻ യോഗ്യനാണ്. കോട്ടയം ഒരുപാട് നേരം നിൽക്കാനുണ്ട്.
അവൾ നിറഞ്ഞാൽ കൊണ്ടുവെക്കും സംഘികൾക്ക് അവൾ അവളുടെ രക്ഷിതേക്കും കരിയറങ്ങ താളവുമായി ആ രക്ഷിതത്തിൽ ഒന്നും അറിയാത്ത അനേക പേർ ജീവൻ കൊല്ലുന്നു. അവൾ നിറഞ്ഞാകുകയാണ് ആ താണ്ഡവം. നിലയ്ക്കാതെ നിർത്താതെ രക്ഷാകാതെ നിങ്ങൾ ഓർക്കുക. ഈ വെള്ളത്തിൽ ഇപ്പോഴത്തെയും പോലെ കടന്നു കടന്ന ഒരു ഓർമ്മചിത്രം മാത്രം ആക്കി കണ്ടാൽ മറിച്ച് ഒന്നിനുള്ള ഒരു ശക്തിയായി മാറ്റിക്കൂടെ. നമസ്കാരം. കണ്ണനെ കണ്ടല്ലോ, എന്താണ് അഭിപ്രായം? ഒന്ന് പറയൂ. നിങ്ങൾ നമ്മുടെ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ ചെയ്ത ഒരു ചെറിയൊരു മൂവിയാണ്. എങ്ങനെയുണ്ട് പറ? വളരെ നന്നായിട്ടുണ്ട്. എന്താണ് മോളെ ഒരു ആദരിക്കൽ ചടങ്ങാണ്, ആരും പോകരുത്. ആ ചടങ്ങ് കൂടി കഴിഞ്ഞ ശേഷം നമുക്ക് പിരിയാം. പറയൂ, നമ്മുടെ നാട്ടുകാരൻ ചെയ്തൊരു ഫിലിമല്ലേ? അതിനു മുമ്പായി നമ്മുടെ വളരെ നന്നായിരുന്നു. ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത പ്രിയപ്പെട്ട അനസ് കടന്നൂരിനെ ക്ഷണിക്കുകയാണ്. ചേച്ചി കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട് അഭിപ്രായം? കൊള്ളാവോ? ആ, നമസ്കാരം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെ കണ്ടത് മൊബൈൽ ക്യാമറയിൽ ചിത്രീകരിച്ച ഒരു ഷോർട്ട് ഫിലിമാണ്. മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്തതാണ്. പിന്നെ നമ്മുടെ ഈ വയറിന്റെ കുറച്ച് സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് സൗണ്ട് കട്ടായി പോയത്. തീർച്ചയായിട്ടും ഇത് നാളെ യൂട്യൂബിൽ റിലീസ് ചെയ്യും. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണ ഉണ്ടാവണം. എല്ലാവരും മാക്സിമം ലിങ്ക് ഷെയർ ചെയ്യണം. നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാർ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു കൊച്ചു ക്രിസ്ത്യ ചിത്രം ഇവിടെ ഒരുക്കിയത്. ഒരുപാട് പരിമിതി ഉണ്ടായിരുന്നു. മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അറിയാമല്ലോ. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ് ഇനിയും മുമ്പോട്ടുള്ള നല്ല നല്ല വർക്കുകൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ടീം 5 ഫിഗേഴ്സിൻ്റെ അടുത്ത ഒരു പുതിയ ഷോർട്ട് ഫിലിമാണ് അവള്. ഉടൻ തന്നെ അതിൻ്റെ ചിത്രീകരണം ആരംഭിക്കും. ഈ നാട്ടിലുള്ള എല്ലാ കലാകാരന്മാരും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അതിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ടീം ഫിംഗേഴ്സിന്റെ ബാനറിൽ അനസ് കടന്നൂർ രചനയും സംവിധാനവും ചെയ്ത കന്നഡത്തിന്റെ പ്രിവ്യൂ ആണ് നമ്മൾ ഇപ്പോൾ ഈ സമയം കണ്ടത്. തൊട്ടടുത്ത സമയം തന്നെ തെലങ്കാനയിൽ വെച്ച് നടന്ന നാഷണൽ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വിജയം കൈവരിച്ച ശ്രീ കാളിദാസനെ ആദരിക്കുന്ന ചടങ്ങാണ്. ആ ചടങ്ങ് നിർവഹിക്കുന്നതിനായി നമ്മുടെ ടീം 5 ഫിംഗേഴ്സിന്റെ അംഗമായ ശ്രീ ശശിധരൻ പിള്ളയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം ഈ മൊമെന്റ് ഏറ്റുവാങ്ങുന്നതിനായി കാളിദാസനെയും ക്ഷണിക്കുന്നു. കൊടുക്കും.
കാളിദാസ്, ഈ ഒരു സമയത്തെ കാളിദാസ് എങ്ങനെ വിലയിരുത്തുന്നു? എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പിന്നെ നന്ദിയുണ്ട്. ഈ ഫൈവ് ഫിംഗേഴ്സിനും ഇവിടെ കൂടി നാട്ടുകാർക്കെല്ലാം എൻ്റെ നന്ദി. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി തെലങ്കാനയിൽ പോയ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാൻ കഴിയുമോ? തെലങ്കാനയിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിമിന് പങ്കെടുക്കുമ്പോഴൊക്കെയുള്ള അനുഭവങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ആ കാലാവസ്ഥയൊക്കെ കാളിദാസിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്തു എന്നൊന്ന് പറയാൻ പറ്റും? അവിടെ ഉള്ളവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരും നല്ലൊരു സപ്പോർട്ടൊക്കെ ചെയ്തു. കാലാവസ്ഥയൊക്കെ പറയുകയാണെങ്കിൽ കാളിദാസ് ചടയമംഗലത്തിൻ്റെയും കുരിയോടിൻ്റെയും അഭിമാനമാകട്ടെ. ഒപ്പം കേരളത്തിൻ്റെ അഭിമാനമായി വളരാൻ കാളിദാസിന് എല്ലാവിധ ആശംസകളും സാക്ഷി ടി വിയുടെ പേരിൽ നൽകുന്നു. കാളിദാസ് വരുന്ന നാളുകളിൽ ഈ നാടിനും ഈ നാട്ടുകാർക്കും ഒപ്പം കേരളത്തിനും അഭിമാനമാകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അടുത്തതായി നമ്മുടെ ഈ ഷോർട്ട് ഫിലിം ആദ്യാവസാനം വരെ നല്ല രീതിയിൽ നമുക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്ന് ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത് വിജയത്തിലേക്ക് എത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ അനസ് കടന്നൂരിനെ ആദരിക്കുകയാണ്. അനസ് കടന്നൂരിനെ ക്ഷണിക്കുകയാണ്. അനസ് കടന്നൂരിനെ ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ വിജയപിള്ളയെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ചെറിയൊരു ഉപഹാരം കൂടി. പ്രിയമുള്ളവരെ, ഈ ഷോർട്ട് ഫിലിം അത്യാവശ്യമുടേക്കുന്ന എല്ലാവരും കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളും അനുഗ്രഹങ്ങളും തരണം. അതോടൊപ്പം ഈ നാളെ അയക്കുന്ന ലിങ്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അതോടൊപ്പം ഈ ഷോർട്ട് ഫിലിം കാണുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, സപ്പോർട്ട് ചെയ്യാനെത്തിയ എല്ലാവർക്കും ടീം ഫൈവ് ഫിംഗേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. നന്ദി, നമസ്കാരം. കന്നഡത്തിൻ്റെ തത്സമയ സംപ്രേഷണവും പ്രദർശനവും സാക്ഷി ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുരിയോട് കുന്നുംപുറത്തു നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചത് രാജ്മോഹനൻ. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.